ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ, ഇന്ന് എന്താണെങ്കിലും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം അഭിലാഷ് പണവുമായി വരും അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, അഞ്ജലിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. പക്ഷേ അത് വേണ്ട എന്ന് വെക്കുന്ന അഞ്ജലിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഉടൻ തന്നെ അഭിലാഷ് ഇവിടെ നിന്ന് പോകണം, ഇവിടെ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോട് കൂടിയിട്ട് തിരിച്ചു വന്ന ഒരു അഭിനെ നമ്മൾ ഇന്ന് എപ്പിസോഡിൽ കണ്ടല്ലേ. എന്താണെങ്കിലും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു പ്രൊമോയാണ് ഇന്ന് വന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കുറച്ച് നല്ല സംഭവവികാസങ്ങളുണ്ട്, നല്ല ഒരു ട്വിസ്റ്റും ഉണ്ട് കേട്ടോ അതിൽ. എന്താണെങ്കിലും അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി ഒരാളെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് നമുക്ക് അന്നേരം വ്യക്തമായില്ല. പക്ഷെ ഇപ്പോൾ അതിന് ഒരു വ്യക്തത വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അഞ്ജലി ഇന്ന് ഫോൺ വിളിച്ചത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇന്ന് വന്ന പ്രൊമോയിൽ നമുക്ക് കാണാം അഞ്ജലിക്കുട്ടി ഒരാളുടെ അടുത്ത് പോയിട്ടുണ്ട്. അത് പോകുന്ന എന്തിനാണ്? സ്കൂട്ടർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 60,000 രൂപയെങ്കിലും കിട്ടണം ചേട്ടാ, ഒരു 60,000 രൂപയെങ്കിലും തരണം ചേട്ടാ എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതിന് 60,000 രൂപയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ അഞ്ജലിയുടെ കൂടെ വന്ന ആള് കച്ചവടക്കാരനായിരിക്കും, ഇതിന് ഇടനിലക്കാരനായിരിക്കും. പറയുന്നുണ്ട് എന്നിട്ട് വേണം അവൾക്ക് സ്വന്തം അച്ഛനെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുവാനാണ് എന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജലി നോക്കുന്നത് 80,000 രൂപയുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്കൂട്ടർ വിറ്റ് 60,000 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി ഒരു 20,000 രൂപയും കൂടെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ അമ്പാടിയുടെ മുമ്പിലൊന്നും കൈനീട്ടേണ്ട ആവശ്യമില്ല, രാജീവിൻ്റെ മുമ്പിലൊന്നും കൈനീട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അഞ്ജലി ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷേ വേറൊരു വലിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട അമ്പാടി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, അഞ്ജലിക്കുട്ടി സ്കൂട്ടർ വിൽക്കാൻ തീരുമാനിച്ചതും കൊണ്ടുപോയതും എല്ലാം അർജുൻ അറിയാൻ പോവുകയാണ്. എന്താണെങ്കിലും ഇത് അർജുനെ അറിയിച്ചിട്ടുണ്ട്. സംഭവങ്ങൾ അതിൽ അടുത്ത ട്വിസ്റ്റ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. കാരണം അതിനുശേഷം നമ്മൾ കാണുന്നത് അഞ്ജലിയുടെ അടുത്ത് നിൽക്കുന്ന അർജുനെയാണ്. അപ്പോൾ എന്തോ ഒരു പണി നമ്മുടെ അർജുൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹഗ് വേണമെന്നൊക്കെ അർജുൻ പറയുമ്പോൾ ഹഗ്ഗല്ല, ഞാൻ തള്ളാണ് വെച്ച് തരാൻ പറഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ കൈ പിടിച്ചിട്ടാണ് നമ്മുടെ അർജുൻ പറയുന്നത് എനിക്ക് ഹഗ് വേണമെന്നൊക്കെ. അപ്പോൾ ഹഗ്ഗല്ല, തള്ളാണ് വെച്ച് തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അർജുനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കഷ്ടകാലം എന്ന നിലയ്ക്ക് അതാ കാവ്യയും എത്തിയിരിക്കുന്നു. അപ്പോൾ കാവ്യയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ കാവ്യ അർജുൻ അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു. നാളത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി ഇപ്പം തന്നെ തോന്നുന്നുണ്ട് അല്ലേ. നല്ലൊരു പ്രൊമോയാണ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും കാത്തിരിക്കുക നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടേക്ക് കെയർ, ശുഭരാത്രി.